ഇന്നൽ ഹംദലില്ലാഹ് ഉസല്ലി വഉസല്ലിമു അലാ നബിയിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറ ആൽ ഇംറാൻ 161-ാമത്തെ ആയത്ത് ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഗനീമത്ത് മുതലിന്റെ വിജയവുമായി ബന്ധപ്പെട്ട് അവതരിച്ച ആയത്താണിത്. നോക്കൂ നിങ്ങൾ, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? വമാ കാന ലിനബിയിൻ, ഒരു നബിയും ആകാവതല്ല അയ്യഖുല്ല, വഞ്ചിക്കുക എന്നത്, വഞ്ചിച്ചെടുക്കൽ ഒരു നബിക്കും പാടില്ലാത്തതാകുന്നു. ഒരു ഗനീമത്ത് മുതൽ ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ വഞ്ചിച്ചെടുക്കുകയില്ല. അതൊരു റസൂലിനും പാടില്ലാത്തതാകുന്നു വഞ്ചന എന്ന് പറഞ്ഞാൽ. ഇനി ആരെങ്കിലും വഞ്ചിക്കുകയാണെങ്കിൽ അവൻ കൊണ്ടുവരും ബിമാ ഖല്ല, അവൻ വഞ്ചിച്ചെടുത്തതും കൊണ്ട് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുന്നു, ഒരാൾ ഒരു ഒട്ടകം വഞ്ചിച്ചെടുക്കുകയാണെങ്കിൽ ആ ഒട്ടകത്തിനെയും ചുമന്നുകൊണ്ട് പ്രത്യേകമായ ആ ഒട്ടകത്തിന്റെ ആ ഒരു ആർപ്പുകുടിയോടുകൂടി അവൻ യൗമൽ ഖിയാമത്തിൽ വരും. ഇനി പശുവാണെങ്കിൽ അങ്ങനെ, ഇനി ആടാണെങ്കിൽ അങ്ങനെ അവൻ ലോക ജനങ്ങൾക്ക് മുമ്പിൽ അപമാനിതനായി തീരും. അതുകൊണ്ട് വഞ്ചന ഒരിക്കലും പാടില്ലാത്തതാണ്. ഇത് മുനാഫിക്കുകളാണ് ഇത് പറഞ്ഞു പരത്തിയത്. നോക്കൂ നിങ്ങൾ, ആ യുദ്ധാനന്തര സ്വത്തുക്കൾ അത് പെറുക്കിക്കൂട്ടുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ ഇതിൽ അനീതി പ്രവർത്തിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി വിധിച്ച് തരില്ല എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോഴാണ് ഈ ആയത്ത് അവതരിച്ചതെന്ന് ചില മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചു കാണുന്നു. അല്ലാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. നോക്കൂ, നീതിമാനായ റസൂൽ ഒരിക്കലും വഞ്ചന കാണിക്കില്ല എന്ന് അല്ലാഹു തീർത്തു പറയുകയാണ്. അതൊക്കെയും മുനാഫിക്കുകളുടെ ജൽപ്പനങ്ങൾ മാത്രമാകുന്നു, വഴിപ്പിഴവുകൾ മാത്രമാകുന്നു എന്നാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരുന്നത്. പിന്നീട് ഓരോ ദേഹത്തിനും കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കുന്നതാണ് മാ കസബത്ത്, അവർ സമ്പാദിച്ചത്. വഹും ലാ യുദ്ലമൂൻ, അവരോട് ഒരിക്കലും അക്രമം പ്രവർത്തിക്കപ്പെടുകയില്ല, അല്ലെങ്കിൽ അനീതി ഉണ്ടാകില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് വഞ്ചന എന്ന് പറയുന്നത് ഒരു നബിക്ക് ഒരിക്കലും ചേർന്നതല്ല. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളോട് ഒരിക്കലും വഞ്ചന കാണിക്കില്ല, നീതി മാത്രമേ കാണിക്കുള്ളൂ, നീതിപൂർവകം മാത്രമേ അദ്ദേഹം പെരുമാറുകയുള്ളൂ എന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സുവ്യക്തമായി വിശദീകരിച്ചു തരികയാണ്, ലോകജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.